നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ ആഘാതം വലിയ രീതിയിൽ ലോക വ്യാപാരത്തെ ബാധിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേൽ ഇറാൻ ശത്രുതയുടെ ഫലമായി ഇറാനിലേക്കുള്ള ഏകദേശം 1,00,000 ടൺ ബസുമതി അരി ഇന്ത്യൻ തുറമുഖങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് ഓൾ ഇന്ത്യ റൈസ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ തിങ്കളാഴ്ചത്തെ പ്രസ്താവനയിൽ പുറത്തു വന്നിട്ടുണ്ട്. സംഘർഷം രൂക്ഷമായതോടെ അവതാളത്തിലായത് ഇന്ത്യയിലെ ബസുമതി അരി കർഷകർ കൂടിയാണ്. ബസ്മതി അരി ഏറ്റവും കൂടുതൽ കയറ്റുമതി അയക്കുന്നതോ ഇറാനിലേക്കാണ്. അതിനാൽ 30% ഹരിയാനയിൽ നിന്നാണ്. സംഘർഷം കടുത്തതോടെയാണ് കയറ്റുമതി പൂർണ്ണമായും തടസ്സപ്പെടുകയും അരിയുടെ പണം ലഭിക്കുന്നതിൽ വലിയ കാലതാമസം അനുഭവപ്പെടുകയും ചെയ്യുന്നത്. ഹരിയാനയിലെ കർണാൽ ജില്ല ബസുമതി കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനാലാണ് ഇത് കൃത്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിക്കാതെ വന്നത്. കൈതാൽ, സോണിപത്ത് നഗരങ്ങളും വിദേശ ആവശ്യകതയ്ക്ക് വലിയ സംഭാവന നൽകുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് സംഘർഷം വ്യാപാരത്തെ മോശമായി ബാധിച്ചതായി അരി കയറ്റുമതിക്കാരുടെ അസോസിയേഷന്റെ സംസ്ഥാന യൂണിറ്റ് പ്രസിഡന്റ് സുശീൽ ജെയിനും പറഞ്ഞു. സൗദി അറേബ്യ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബസുമതി അരിയുടെ രണ്ടാമത്തെ വലിയ വിപണിയാണ് ഇറാൻ. മാർച്ചിൽ അവസാനിച്ച 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇറാനിലേക്കുള്ള ഇന്ത്യയുടെ സുഗന്ധമുള്ള ധാന്യത്തിന്റെ കയറ്റുമതി ഏകദേശം 1 ദശലക്ഷം ടണ്ണിലെത്തി. ഒരു പ്രധാന വ്യാപാര പങ്കാളിയായ ഇറാനിലേക്കുള്ള ഇന്ത്യയുടെ മൊത്തം ബസുമതി അരി കയറ്റുമതിയുടെ 18 മുതൽ 20% കുടുങ്ങിക്കിടക്കുകയാണെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് സതീഷ് ഗോയൽ സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിന്ന് ഇറാനിലേക്ക് ഏകദേശം 10 ലക്ഷം മെട്രിക് ടൺ ബസുമതി അരി കയറ്റുമതി ചെയ്യുന്നു. അതിൽ ഹരിയാനയുടെ വിഹിതം ഏകദേശം 30 മുതൽ 35% പറഞ്ഞു. ഇറാനിലേക്കുള്ള ഏകദേശം 1 ലക്ഷം മെട്രിക് ടൺ ബസുമതി അരിയുടെ കയറ്റുമതി തുറമുഖങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്ത്യൻ കയറ്റുമതിക്കാർ ഇറാനിലേക്ക് കയറ്റുമതി ചെയ്ത ഏകദേശം 2 ലക്ഷം മെട്രിക് ടൺ അരിയുടെ 1,500 കോടി മുതൽ 2,000 കോടി രൂപ വരെയുള്ള പേയ്മെന്റുകളും സംഘർഷം കാരണം കുടുങ്ങിയതായി ജെയിൻ പറഞ്ഞു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ആണ് ബസ്മതി അരിയുടെ മറ്റൊരു വിപണന കേന്ദ്രം. ഗുജറാത്തിലെ കാണ്ട്ല, മുദ്ര തുറമുഖങ്ങളിൽ ചരക്ക് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. മിഡിൽ ഈസ്റ്റ് സാഹചര്യം കാരണം ഇറാനിലേക്കുള്ള കയറ്റുമതിക്ക് ഷിപ്പിംഗ് കപ്പലുകളും ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമല്ലെന്ന് ഗോയൽ PTIയോട് പറഞ്ഞു. അന്താരാഷ്ട്ര സംഘർഷങ്ങൾക്കുള്ള കവറേജ് സ്റ്റാൻഡേർഡ് ഷിപ്പിംഗ് ഇൻഷുറൻസ് പോളിസികളിൽ സാധാരണയായി ഉൾപ്പെടുന്നില്ല. ഇത് കയറ്റുമതിക്കാർക്ക് അവരുടെ ചരക്കുകൾ കൈമാറാൻ കഴിയാത്തതിലേക്ക് നയിച്ചു. ഷിപ്പിംഗ് കാലതാമസവും പേയ്മെന്റ് അനിശ്ചിതത്വവും കാര്യമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാമെന്ന് ഗോയൽ സൂചിപ്പിച്ചു. ആഭ്യന്തര ബസുമതി അരി വില ഇതിനകം കിലോഗ്രാമിന് 4 മുതൽ 5 രൂപ കുറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ വ്യാപാര സംഘടന APEDAയുമായി ആശയവിനിമയം നടത്തുന്നു. ജൂൺ 30-ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. 2024-25 സാമ്പത്തിക കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം ബസുമതി അരി കയറ്റുമതി ഏകദേശം 6 ലക്ഷം ടൺ ആയിരുന്നു. പ്രധാന ആവശ്യം മിഡിൽ ഈസ്റ്റേൺ, പശ്ചിമേഷ്യൻ മേഖലകളിൽ നിന്നാണ്. ഇറാഖ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയാണ് മറ്റ് പ്രധാന ഇറക്കുമതിക്കാർ. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഗണ്യമായി രൂക്ഷമാകുന്നതിന് സമീപ ആഴ്ചകളിലും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക കൈമാറ്റങ്ങളും ഏറ്റുമുട്ടലിൽ US നേരിട്ടുള്ള ഇടപെടലും ഇതിന് കാരണമായി. ഷിപ്പിംഗ് തടസ്സം കാരണം ഇന്ത്യൻ അരി കയറ്റുമതിക്കാർ കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുകയായിരുന്നു. അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഇറാനിയൻ വ്യാപാരത്തിലെ പണമടയ്ക്കൽ കാലതാമസം, കറൻസി സംബന്ധമായ സങ്കീർണതകൾ തുടങ്ങിയ നിലവിലുള്ള വെല്ലുവിളികൾ ഇത് കൂടുതൽ സങ്കീർണമാക്കുന്നു. വിലയിൽ ഇതിനകം തന്നെ നേരിയ ഇടിവ് അനുഭവപ്പെടുന്നതിനാൽ സംഘർഷം രൂക്ഷമാകുന്നത് ഇന്ത്യൻ വിപണിയും സാരമായി തന്നെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. യുദ്ധസമയത്ത് കപ്പലുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തതാണ് കയറ്റുമതിക്കാർ നേരിടുന്ന മറ്റൊരു പ്രശ്നം. സൗദി അറേബ്യ കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബസുമതി അരി വിപണിയാണ് ഇറാൻ. രാജ്യത്ത് നിന്ന് കയറ്റുമതി അയക്കുന്ന ബസ്മതി അരിയുടെ 25% ഇറാനിലേക്കും 20% ഇറാഖിലേക്കുമാണ്. 2024-25 സാമ്പത്തിക വർഷത്തിലെ കണക്ക് പ്രകാരം ഇന്ത്യ ഇറാനിലേക്ക് ഏകദേശം 1 ദശലക്ഷം ടൺ സുഗന്ധദ്രവ്യ ധാന്യം കയറ്റുമതി ചെയ്തിരുന്നു. 2024-25 കാലയളവിൽ ഇന്ത്യ ഏകദേശം 6 ദശലക്ഷം ടൺ ബസുമതി അരിയും കയറ്റുമതി ചെയ്തു. മിഡിൽ ഈസ്റ്റും പശ്ചിമേഷ്യൻ വിപണികളുമാണ് ആവശ്യക്കാരേറെയുള്ളവ. ഇറാഖ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയാണ് മറ്റ് പ്രധാന ഉപഭോക്താക്കൾ. ഇൻഷുറൻസ് കമ്പനികൾ ഇറാനിലേക്കുള്ള കയറ്റുമതിക്ക് ഇൻഷുറൻസ് നൽകുന്നത് നിർത്തിയതും തിരിച്ചടിയായി. ഈ 2 രാജ്യങ്ങളിലേക്ക് മാത്രം പ്രതിവർഷം 16,000 കോടി രൂപയുടെ ബസ്മതി അരിയാണ് ഇന്ത്യയിൽ നിന്നും കയറ്റി അയക്കുന്നത്.
വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2024-25 ഏപ്രിൽ ജൂലൈ കാലയളവിൽ ഇന്ത്യയുടെ ബസ്മതി അരി കയറ്റുമതി 1.91 ദശലക്ഷം മെട്രിക് ടൺ ആയിരുന്നു. ഇതിൽ 19% കയറ്റുമതിയും ഇറാനിലേക്കായിരുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് നിന്ന് 5.24 മെട്രിക് ടൺ ബസ്മതി അരിയാണ് കയറ്റി അയച്ചത്. ഇതിൽ ഇറാനിലേക്കുള്ള കയറ്റുമതി 0.67 മെട്രിക് ടൺ ആയിരുന്നു. ആകെ കയറ്റുമതിയുടെ 13% വരും ഇത്. ലോകത്തിലെ ഏറ്റവും വലിയ അരി കയറ്റുമതിക്കാരാണ് ഇന്ത്യ. ആഗോള അരി വിപണിയുടെ 35% മുതൽ 40% വരെ നിയന്ത്രിക്കുന്നതും ഇന്ത്യയാണ്. ഇന്ത്യക്കൊപ്പം തന്നെ പാകിസ്ഥാനും അരി കയറ്റുമതിയിൽ സജീവമാണ്. ആഗോള അരി വ്യാപാരത്തിന്റെ 40% ഇന്ത്യയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ ബസ്മതി അരി കയറ്റുമതിയുടെ 35% പാകിസ്ഥാനാണ് നിയന്ത്രിക്കുന്നത്. 2022-23 അരി കയറ്റുമതിയിൽ നിന്ന് ഇന്ത്യ $11 ബില്യൺ നേടി. പാകിസ്ഥാൻ $3.9 ബില്യൺ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷം ലിസ്റ്റഡ് ബസ്മതി അരി കയറ്റുമതിക്കാരായ LT ഫുഡ്സ്, KRBL, ചമൻലാൽ, സെറ്റിയ എക്സ്പോർട്ട് എന്നിവയുടെ ഓഹരികളാണ് ചൊവ്വാഴ്ചത്തെ ഇൻട്രാ ഡേ വ്യാപാരത്തിൽ BSEയിൽ 11% വരെ ഉയർന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന്റെ ഏറ്റവും മോശമായ അവസ്ഥയ്ക്ക് പിന്നിലാണെന്ന പ്രതീക്ഷയാണ് ഇത് ഉയർത്തിയത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന സംഘർഷം കാരണം തിങ്കളാഴ്ച വരെയുള്ള കഴിഞ്ഞ ദിവസം 2 ആഴ്ചകളിൽ BSEയിൽ ഈ ഓഹരികൾ 9% മുതൽ 14% വരെ ഇടിഞ്ഞിരുന്നു. ഇന്ത്യയുടെ ബസ്മതി അരി കയറ്റുമതിയുടെ 74% പ്രതിനിധീകരിക്കുന്ന പശ്ചിമേഷ്യ ഇപ്പോഴും ഒരു നിർണായക വിപണിയാണ്. ജനസംഖ്യാശാസ്ത്രം, സാമ്പത്തികം, ഉപഭോക്തൃ പ്രവണതകൾ എന്നിവയുടെ സംയോജനത്താൽ നയിക്കപ്പെടുന്ന ഈ മേഖലയിലെ വിപണി ബസ്മതി അരിക്ക് ഗണ്യമായി വളർച്ചാ അവസരം നൽകുന്നു. ഏകദേശം 280 ദശലക്ഷം ജനസംഖ്യയും ഇന്ത്യയുടെ ബസ്മതി അരി കയറ്റുമതിയുടെ ഒരു പ്രധാന ഭാഗവും ഇതിനകം തന്നെ ഈ മേഖലയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നതിനാൽ ആവശ്യം ശക്തമാണെന്ന് LT ഫുഡ്സ് പറയുന്നു. 2025 ഇന്ത്യ ഏറ്റവും വലിയ അരി കയറ്റുമതിക്കാരായി തുടരുമെന്ന് പ്രവചിക്കപ്പെടുന്നു. കയറ്റുമതി 18 ദശലക്ഷം ടണ്ണായി പ്രതീക്ഷിക്കുന്നു. മുൻ വർഷത്തേക്കാൾ 1.5 ദശലക്ഷം ടൺ വർധനമാണ് ഇത്. ആഗോള അരി വ്യാപാരത്തിന്റെ 1/3 വരും ഇത്. വ്യക്തിഗത ഓഹരികളിൽ മുൻനിര അരി ബ്രാൻഡായ ദാവത്ത് ഉടമസ്ഥതയിലുള്ള LT ഫുഡ്സിന്റെ ശരാശരി വ്യാപാര അളവിൽ 3 മടങ്ങ് വർധനവിന്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ഓഹരി വില 11% ഉയർന്ന് 448.90 ജാനുവരി മുതൽ ഡിസംബർ 23 വരെയുള്ള കാലയളവിലെ വിൽപ്പനയിൽ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിയുടെ 340% ഈടാക്കിക്കൊണ്ട് സഹ അനുബന്ധ സ്ഥാപനമായ ഇക്കോ പ്യുവർ സ്പെഷ്യാലിറ്റീസിനെ പ്രാഥമിക അറിയിപ്പ് ലഭിച്ചതായി തിങ്കളാഴ്ച കമ്പനി വെളിപ്പെടുത്തിയതിനെ തുടർന്ന് ഓഹരി വില 7% കുറഞ്ഞു. എന്നിരുന്നാലും ഇതുവരെ കമ്പനിക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ വരുമാനത്തിൽ കാര്യമായ സ്വാധീനം പ്രതീക്ഷിക്കുന്നില്ലെന്നും കമ്പനി അറിയിച്ചു. ഇന്ത്യയിലും അന്താരാഷ്ട്ര വിപണികളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച LT ഫുഡ്സ് 2025 സാമ്പത്തിക വർഷത്തിൽ ആരോഗ്യകരമായ പ്രകടനം കാഴ്ചവെച്ചു. ബസ്മതി, മറ്റ് സ്പെഷ്യാലിറ്റി അരി വിഭാഗത്തിലെ അളവ് മെച്ചപ്പെടുത്തൽ, കുറഞ്ഞ ഇൻപുട്ട് വിലകളും ചരക്ക് സാധാരണവൽക്കരണവും പിന്തുണയ്ക്കുന്ന മാർജിൻ വികാസം, ജൈവ സൗകര്യ ആരോഗ്യ വിഭാഗങ്ങളുടെ വർദ്ധിച്ചുവരുന്ന മിശ്രിതം എന്നിവയിലൂടെ മോട്ടിലാൽ ഓസോൾ ഫിനാൻഷ്യൽ സർവീസസ് ഈ വേഗത തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപഭോക്തൃ ഭക്ഷ്യമേഖലയിലെ ഒരു മുൻനിര ഇന്ത്യൻ വംശജരായ ആഗോള ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയാണ് LT ഫുഡ്സ്. ഇന്ത്യ, US, UK, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഫാർ ഈസ്റ്റ്, ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളായി സ്പെഷ്യാലിറ്റി അരി അധിഷ്ഠിത ഭക്ഷണ ബിസിനസ്സിൽ ആഗോളതലത്തിൽ ഇത് മുൻനിര കളിക്കാരാണ്. കമ്പനിയുടെ മുൻനിര ബ്രാൻഡുകളിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ടതും ഉപഭോഗം ചെയ്യപ്പെടുന്നതുമായ ബസ്മതി ബ്രാൻഡുകളിൽ ഒന്നായ റോയൽ, വടക്കേ അമേരിക്കയിലെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രാൻഡ് തുടങ്ങിയ നിരവധി ബ്രാൻഡുകളും ഉൾപ്പെടുന്നുണ്ട്.